ഞാൻ ഒരു ഷോർട്ട് ഇട്ടിരുന്നു പാരിജാതത്തിൻ്റെ. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. അതിൽ പാരിജാതത്തിൻ്റെ മുട്ടുകളായിരുന്നു കൂടുതലും. ഇതേ ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണിത്. എനിക്ക് ആദ്യം ഇഷ്ടമുള്ളത് നമ്മുടെ മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് ഇതാണ്. അപ്പോൾ ഇത് ചെറിയൊരു മരം, ഇതിൻ്റെ അമ്മ മരത്തിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോണത്. ഇതേ ഇവിടെ ഓലയൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ, അത് അനിയൻകുട്ടി ഇവിടെ ഇഞ്ചി നട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പോവാം. ഇതേ അനിയൻകുട്ടിയുടെ ആട്. ഇതാണ് നമ്മുടെ അമ്മമരം. പാരിജാതം നേരത്തെ അവിടെ കണ്ടില്ല, അത് കുഞ്ഞാണ് കേട്ടോ. അതൊരു കുഞ്ഞ് കൊമ്പ് നട്ടിട്ടുള്ളതാണ്. അത് ഇപ്പോൾ പൂവായി. അപ്പം ഇത് ഇഷ്ടപ്പെടാനായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മണം അസാധ്യമാണ്, അടിപൊളി മണം. നമ്മുടെ വീടിൻ്റെ ചുറ്റും മുഴുവൻ ഇതിൻ്റെ മണം പരക്കും, ഇതിൻ്റെ പൂവ് വിടരുമ്പോഴത്തേനും. പിന്നെ ഇതിന്മേൽ നിറയെ ചിത്രശലഭങ്ങൾ വന്നിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് അടുത്തുനിന്ന് കാണുമ്പോൾ നന്നായി കാണുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നല്ലോണം സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ചെറുതായ അവിടെ ഇവിടെ കുറേ അനക്കം കാണാൻ പറ്റും. അതൊക്കെ ചിത്രശലഭങ്ങളാണ്. പറക്കുന്നുണ്ട് കുറേ എണ്ണം കേട്ടോ. എനിക്ക് ഇത് വീഡിയോയിൽ ഇത്ര ക്ലിയർ ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഇത് നിറച്ച് ചിത്രശലഭമുണ്ട്. കുറഞ്ഞതൊരു 100 എണ്ണമെങ്കിലും ഉണ്ടാവും, കുറഞ്ഞത് കേട്ടോ. കൂടുതലുണ്ടാവും, ഇതിലും കൂടുതലുണ്ടാവും. അപ്പം എനിക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് മാമൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അവിടെ 2 നില വീടായിരുന്നു. അപ്പം ഒരു റൂമിനോട് ചേർന്നിട്ട് ഇതിൻ്റെ ഒരു കൊമ്പ് നിന്നിരുന്നു. അതും നിറച്ച് ചിത്രശലഭങ്ങൾ വന്നിട്ട് അത് റൂമിലോട്ട് കടന്നു വരുന്നുണ്ട്. പിന്നെ നല്ല മണമാണ് കേട്ടോ. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ റൂമിലേക്ക് നല്ല മണ്ണടിക്കും.